നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നുകൊണ്ട് ജലപ്രളയം നടന്ന സമയത്ത് ഈ ചുറ്റുവശം മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്നത് ശരിക്കും കാണാമായിരുന്നു. പലരുടെയും വീടിൻ്റെ ഉപരിതലത്തിലേക്ക് ഒക്കെ വെള്ളം കയറിയിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പാപ്പയുടെ ചുറ്റുവശത്ത് മുഴുവനും വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അപ്പോൾ ഈ പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പാപ്പയുടെ ആ ഒരു ഉമ്മരത്തിണ്ടിൻ്റെ മേൽഭാഗത്തേക്ക് വെള്ളത്തിന് പോകാൻ കഴിയുന്നില്ല. പാപ്പയുടെ ആ ഒരു ഉമ്മരത്തിണ്ടിൻ്റെ മേൽഭാഗത്തേക്ക് വെള്ളത്തിന് പോകാൻ കഴിയുന്നില്ല. പാപ്പയുടെ ആ ഒരു ഉമ്മരത്തിണ്ടിൻ്റെ മേൽഭാഗത്തേക്ക് വെള്ളത്തിന് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു വലിയ അത്ഭുതങ്ങൾ ഇന്നും ബഹുമാനപ്പെട്ട പാപ്പ നമുക്ക് ലൈവായി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഏതൊരു വിശ്വാസി സുഹൃത്തുക്കൾക്കും ഇതര മത സമുദായത്തിന് പോലും ഉപ്പാപ്പയുടെ ആ മക്കാം, അവിടുത്തെ അത്ഭുതങ്ങൾ, അവിടുത്തെ ആത്മീയമായ ഔന്നിത്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശരിക്കും കാലഘട്ടത്തിന്റെ ശബ്ദം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് പോയാൽ കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോസ്റ്ററുകൾ കാണാം. അപ്പവാണിഭ നേർച്ച എന്നാണ് ഒരു നേർച്ചയുടെ പേര്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിലെ ആണും പെണ്ണും ഈ അപ്പവാണിഭ നേർച്ചയുടെ നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാലത്ത് ഇടിയങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷെയ്ഖിന്റെ പള്ളിയിലെ നേർച്ചയുടെ പേരാണ് അപ്പവാണിഭ നേർച്ച. എന്തേ നേർച്ചയ്ക്ക് ഇങ്ങനെ അപ്പവാണിഭം എന്ന് പേര് വരാൻ കാരണം? അവിടെ ആളുകൾ നേർച്ചയാക്കുന്നത് അപ്പങ്ങളാണ്. അവിടെ നേർച്ചയാക്കുന്ന അപ്പങ്ങളുടെ പേര് കയ്യപ്പം, കണ്ണപ്പം, കാലപ്പം, മൂക്കപ്പം, ചെവിയപ്പം, കുഴലപ്പം ഒക്കെയാണ്. എന്താ അപ്പങ്ങൾക്ക് ഇങ്ങനെ പേര് വരാൻ കാരണം? നിങ്ങളുടെ ചെവിക്കാണോ രോഗം, നിങ്ങൾ ചെവിയപ്പം നേർച്ചയാക്കുക. നിങ്ങളുടെ കണ്ണിനാണോ രോഗം, നിങ്ങൾ കണ്ണപ്പം നേർച്ചയാക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഈ അന്നനാളം, ശ്വാസനാളം പോലെയുള്ള ഏതെങ്കിലും കുഴലുകൾക്കാണോ രോഗം, നിങ്ങൾ അവിടെ നിന്ന് കുഴലപ്പം വാങ്ങി ഈ ഷെയ്ഖിന് നേർച്ചയാക്കുക. ഇനി ബ്രെയിൻ ട്യൂമർ, അതേപോലെ ഹാർട്ട് ബ്ലോക്ക് തുടങ്ങിയതൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള അപ്പങ്ങളുണ്ട്, അത് വാങ്ങി അവിടെ നേർച്ചയാക്കുക. ഇത് നേർച്ചയാക്കിയാൽ രോഗം മാറും എന്ന് വിശ്വസിക്കുന്നു ഈ സമുദായം. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ ഈ ദുർബലന്മാരായ ആളുകളെ വിളിച്ചു തേടുന്നത്? മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ ഇവർ കണക്കാക്കിയിട്ടില്ല. ഈ അപ്പവാണിഭ നേർച്ചയ്ക്ക് ഒരാൾ അയാളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി കണ്ണപ്പം നേർച്ചയാക്കി എന്ന് വിചാരിച്ചോളൂ. രാത്രി ലൈറ്റൊക്കെ കെടുത്തി എല്ലാവരും പോകുമ്പോ ഈ പെരുവിരലിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ എലിക്കുഞ്ഞ് വന്നിട്ട് ഈ കണ്ണപ്പത്തിൽ നിന്ന് ഒന്നെടുത്ത് പോകുമ്പോ ഈ ഖബറിനടിയിൽ കിടക്കുന്ന ഷെയ്ഖിന് പറയാൻ പറ്റുമോ, എലി അത് കൊണ്ടുപോകരുത്, അതിന്റെ മുരീദ് എനിക്ക് നേർച്ചയാക്കിയതാണ്? എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? ലഉഫ ത്വാലിബു വൽ മത്ലൂബ്, തേടുന്നവനും ദുർബലൻ, തേടപ്പെടുന്നവനും ദുർബലൻ.